തനുജ, എന്താ? നീ ഇതുവരെ എവിടെ പോയിരുന്നാ? എവിടെയാണോ ഞാൻ പോവേണ്ടത് അവിടെ പോയി. സംശയിക്കണ്ട, ആ സിദ്ധാർത്ഥന്റെ വീട്ടിൽ തന്നെ. നീ സിദ്ധാർത്ഥൻ സാറിന്റെ വീട്ടിൽ പോയോ? തരേണ്ടത് ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് ചോദിക്കും, വാങ്ങുകയും ചെയ്യും. ഈശ്വര, നീ എന്ത് അതിക്രമമായി കാണിച്ചേ? നിന്നോട് ആരാ പറഞ്ഞ സിദ്ധാർത്ഥൻ സാറിന്റെ വീട്ടിൽ പോകാൻ? എന്നോട് ആരും പറയണ്ട അങ്ങോട്ട് പോവാൻ. എനിക്ക് അവകാശപ്പെട്ടെടുത്ത് ആരുടെ അനുവാദമില്ലാതെ എനിക്ക് പോകാം. നിനക്ക് അവകാശപ്പെട്ടോ? എങ്ങനാടി ആ വീട് നിനക്ക് അവകാശപ്പെട്ട വീടാകുന്നത്? പറയടി. ഓ, കാര്യങ്ങളൊക്കെ ഒരു ഒതുക്കത്തിൽ കൊണ്ടുപോകുകയായിരുന്നു ഞാൻ. എല്ലാം കൊണ്ട് നശിപ്പിച്ചല്ലോ നീ. എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടേ ഞാൻ അടങ്ങൂ. എന്നിട്ട് സിദ്ധാർത്ഥ സാർ കാശ് തന്നോ നിനക്ക്? ഇല്ല, പക്ഷെ തരും. തന്നില്ലെങ്കിൽ ഇനിയും പോകും ഞാൻ അവിടെ. ഇപ്പൊ തന്നെ ആള് പകുതി മരിച്ചു കഴിഞ്ഞു. ഇനി ജീവിക്കണമെങ്കിൽ എനിക്ക് ഞാൻ ആവശ്യപ്പെട്ട കാശ് തരണം. തനുജ, നന്ദികേട് കാണിക്കരുത് നീ. എടി, ഇത്രയും കാലം സിദ്ധാർത്ഥൻ സാറിന്റെ കാശ് കൊണ്ടല്ലേടി നീ ജീവിച്ചത്? ഞാൻ മാത്രമല്ലല്ലോ, എനിക്ക് കിട്ടുന്ന പണത്തിലല്ലേ നിങ്ങളും ജീവിക്കുന്നേ. എന്റെ ചെലവില് കഴിഞ്ഞിട്ട് എന്നോടൊന്നും ചോദിക്കാൻ വരണ്ട. രഹസ്യ കച്ചവടത്തിന്റെ കൂലി ചെറുതൊന്നും ആയിരുന്നില്ലല്ലോ. മാസാമാസമുള്ള ചെറിയ തുകയല്ല, ഇപ്പൊ ചോദിച്ച വലിയ തുക അയാള് തരണം. തന്നേ പറ്റൂ. എടി, നിന്നെ ഞാനൊന്നും. ഏട്ടാ വേണ്ട, സുജാത, ഇനി നാട്ടുകാരെ കൂടെ അറിയിക്കല്ലേ. മാറുകുട്ട, എന്തൊരു കഷ്ടമായി. എല്ലാം നശിപ്പിക്കോള്. സിദ്ധാർത്ഥ സാറിന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ, അവിടെ ഉണ്ടാകേണ്ടവരെല്ലാം ഉണ്ടായിരുന്നു. ഭാര്യ, മക്കളും മരുമോളും ഒക്കെ. അങ്ങനെ അയാള് എനിക്ക് തരേണ്ടത് തരാതെ കുടുംബമായിട്ട് സുഖിക്കണ്ട. നീ എന്തിനാ അവിടേക്ക് ചെന്ന് അവിടെ ഉള്ളവർക്ക് മനസ്സിലായോ? അവരവിടെ ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ട് അറിയുമല്ലോ. അവരോടൊന്നും ഞാൻ സംസാരിച്ചില്ല, പക്ഷെ അവരൊക്കെ അറിഞ്ഞു. അത് എന്റെ കുഴപ്പമല്ലല്ലോ. ഞാൻ തിരിച്ചു വന്നപ്പോ എന്നെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചോദിക്കാൻ അയാളുടെ മകൻ പുറകെ വന്നു. എന്നിട്ട് അവനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. എവിടെ? പോലീസ് സ്റ്റേഷനിൽ. ഈശ്വര, ഭഗവാനെ. മോനെ, നീ ആ ചന്ദ്രത്ത് വരെ ഒന്ന് പോയിട്ട് വാ. എന്താ നടന്നേന്ന് അറിയാലോ. വേണ്ട, നന്ദനും അങ്ങളും കൂടെ ഇപ്പൊ വീട്ടിലെത്തും. ആദ്യം അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് തീരട്ടെ. അവിടുത്തെ പ്രശ്നങ്ങൾ ഇനി അവസാനിക്കുന്നില്ലേ മുരളേട്ടാ? ഒരു പെണ്ണ് വന്ന് വീട്ടിൽ കയറുക, ഭീഷണിപ്പെടുത്തുക. അതേ പെണ്ണ് തന്നെ നന്ദനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക. അവരുടെ അടുത്ത ബന്ധുക്കളായിട്ട് അങ്ങനെ ഒരു പെൺകുട്ടി ഉള്ളതായിട്ട് എനിക്കറിയില്ല. ബലരാമനങ്ങൾ ഇപ്പോ ഒരു കുറ്റബോധത്തിൽ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കമുണ്ടാവാൻ വഴിയില്ല. അതുപോലെ മീര കേസുമായിട്ടും ബന്ധമുണ്ടാവാൻ വഴിയില്ല. ആദ്യം പ്രഭാന്റെ ആയിരുന്നു പ്രശ്നം, പിന്നെ മീര, ഇപ്പോഴിതാ പുതിയൊരു പെണ്ണ്. ഓരോരോ സ്ത്രീകളാണല്ലോ എപ്പോഴും ചന്ദ്രത്തെ പ്രശ്നങ്ങൾക്ക് പിന്നില്. മോനെ, നീ ഒന്ന് പോയി അന്വേഷിക്കേ. വേണ്ടമ്മേ, വൈകുന്നേരം ആവട്ടെ, ഞാൻ നന്ദനെ ഒന്ന് വിളിക്കാം. എന്താ സംഭവം എന്ന് അന്വേഷിക്കാം. ചേച്ചി, നമുക്കൊന്ന് സ്റ്റേഷനിൽ പോയാലോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ചെന്നൊന്ന് അന്വേഷിക്കാം. എനിക്കൊക്കെ പേടിയാവാ നന്ദുന് എന്താ പറ്റിയെന്ന്. മോളിങ്ങനെ ടെൻഷൻ ആവണ്ട, സിദ്ധു പോയേക്കല്ലേ. വരട്ടെ, കുറച്ചുകൂടി നോക്കാം നമുക്ക്. അമ്മ, അവർ
അവര് വന്നു തോന്നുന്നത്. അച്ഛാ, അച്ഛാ, നന്ദു എവിടെ? എന്താ നന്ദു, എന്തിനാ പോലീസ് കൊണ്ടുപോയത്? അത് അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല ദേവി. എന്താ അച്ഛാ, എന്തിനാ അവര് നന്ദനെ കൊണ്ടുപോയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? നന്ദന്റെ പേരിൽ കേസ് എന്തെങ്കിലും ഉണ്ടോ? ഏയ് വിഷമിക്കണ്ട, കേസൊന്നും എടുത്തിട്ടില്ല. കേസ് എടുത്തില്ലെങ്കിലും കാര്യം എന്താണെന്ന് അറിയണ്ടേ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ലാതെ ചുമ്മാ വഴി കൂടെ പോകുന്ന ഒരാളെ പോലീസ് പിടിച്ചോണ്ട് പോവൂ? ഞാൻ പറയാം. ഇവിടെ വന്നിരുന്ന ആ പെണ്ണ് തനൂജ, അവളെന്താ ആരാന്നൊക്കെ അറിയണമല്ലോ. അതിനാ ഞാൻ അവളുടെ പുറകെ പോയെ. ആ സമയത്തൊരു പോലീസ് ജീപ്പ് വന്നു. ഞാൻ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് അവർ തെറ്റിദ്ധരിച്ചു. എന്നെ സ്റ്റേഷൻ വരെ കൊണ്ടുപോയി. കാര്യം മനസ്സിലായപ്പോ അവരെന്നെ വിട്ടയച്ചു. അത്രേ ഉള്ളൂ. നന്ദ, ആ കുട്ടി ആരാ എന്താണെന്നൊക്കെ അറിയാൻ അവളോടല്ല, ദാ സിദ്ധുവിനോട് വേണ്ടായിരുന്നോ ചോദിക്കാൻ? അതിന് അച്ഛൻ അവളെ വ്യക്തമായി അറിയില്ലല്ലോ. ഒരു പെണ്ണ് വന്ന് പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തി. എല്ലാവർക്കും അറിയാവുന്നതേ അച്ഛനും അറിയൂ. എന്താ സിദ്ധുവിന് അവളെ അറിയാമോ? മുൻപരിചയമില്ലാത്ത ഒരാൾ, അതാണോ പെണ്ണോ ആയിക്കോട്ടെ, ഒരു വീട്ടിലേക്ക് ഇങ്ങനെ ധൈര്യമായിട്ട് കയറി വരുവോ? പഴയ പാർട്ടി പ്രവർത്തകന്റെ മകളോ മറ്റോ ആരെങ്കിലും ആണോ അച്ഛാ? അല്ലെങ്കിൽ എന്തെങ്കിലും കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായം ചോദിച്ചു വന്നതാണോ? സഹായം ചോദിച്ചു വരുന്ന ഇങ്ങനെയാണോ? ഇതിപ്പോ അവകാശം പോലെയും അധികാരം പോലെയല്ലേ അവള് സംസാരിച്ചത്? സിദ്ധു ഏതാണ്ട് പേടിച്ചു നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അച്ഛനെ കുട്ടി അറിയാമോ? എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പരിഹാരം കാണാം. അത് വിട്ടേക്ക് മോളെ. എന്തു വിട്ടേക്കാന്ന്? ഇതങ്ങനെ വിടാനൊന്നും പറ്റില്ല. മീര കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഒരു വീടിനെ അല്ല, നാടിനെ തന്നെ അത് ബാധിച്ചു. ഇനി അങ്ങനെ ഒരു ഇഷ്യൂ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. സിദ്ധു, കാര്യം വ്യക്തമായിട്ട് പറ. ഞങ്ങളുണ്ട് കൂടെ. സിദ്ധു, തുറന്നു പറയും. ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ വന്നതാണോ ആ പെണ്ണ്? ആ രീതിയിൽ ഇപ്പൊ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഒന്നുമില്ല പ്രഭ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആരും ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ഒക്കെ ഞാൻ നോക്കിക്കോളാം. സിദ്ധു, അതെന്താ സിദ്ധു, വാലും തുമ്പും ഇല്ലാതെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു പോകുന്നത് പോലെ? ആര് വാലും തുമ്പില്ലാതെ പറഞ്ഞു? ആദ്യം കാര്യങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് പറയാം. അമ്മേ,
എനിക്ക് തോന്നുന്നത് പഴയ പാർട്ടി പ്രവർത്തകന്റെ മോളോ മറ്റോ ആണെന്നാ. എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നതായിരിക്കും. അല്ല, ഒരു MLA വരെ ആയിരുന്ന സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ വീട്ടിൽ വന്ന് ഒരു പെണ്ണ് ഇത്രയും അധികാരത്തോടെ സംസാരിക്കണമെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ട്. നീ ആ കുട്ടിയോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചോ? ചേച്ചി എന്തായി പറയുന്നേ? സിദ്ധു, ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മുടെ കുടുംബം ഇത്രയും സന്തോഷകരമായ ഒരു അവസ്ഥയിലെത്തുമെന്ന്. ഇന്ന് അമ്പലത്തിൽ പോയി ദേവികയും കൊണ്ട് മടങ്ങുമ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങിയ ഫീലായിരുന്നു. ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നു കയറിയത്. പക്ഷേ സന്തോഷത്തിനിടയ്ക്ക് എവിടെയോ ഒരു കരട് വീണതുപോലെ. സിദ്ധു, നമുക്ക് തമ്മിൽ ഇനി സംശയങ്ങളും മറച്ചുവെക്കലും ഒന്നും വേണ്ട. അതിന്റെ ദോഷങ്ങൾ നമ്മൾ ഒരുപാട് അനുഭവിച്ചതാ. എല്ലാം സത്യസന്ധമായി തന്നെ പോണം. അല്ല, സിദ്ധു ഏത് കാര്യത്തിലും 100% സത്യസന്ധമായിട്ട് തന്നെ ചെയ്യൂ, അതെനിക്കറിയാം. സിദ്ധു, തുറന്നു പറ, ഈ വന്ന പെൺകുട്ടി ആരാ? ആ തനൂജ? നേരത്തെ പറഞ്ഞതുപോലെ ഭീഷണിപ്പെടുത്തി പണം തട്ടാമെന്ന ആരെങ്കിലും ആണോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. ഇത് പഴയ ഒരു പാർട്ടി പ്രവർത്തകന്റെ ബന്ധുവാണ്. അവരുടെ കുടുംബത്തിലെ ഒരു തർക്കത്തിൽ ഞാൻ മധ്യസ്ഥനായിരുന്നു. ഈ കുട്ടിയുടെ വീട്ടുകാർക്ക് കിട്ടേണ്ട പൈസ ഞാൻ ഇടപെട്ട് വാങ്ങിക്കൊടുക്കണമെന്നാ ഇവരുടെ ആവശ്യം. സിദ്ധു, കൊച്ചുകുട്ടികളെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കരുത്. അങ്ങനെ ഒരു ആവശ്യത്തിനാണ് ആ പെണ്ണ് വന്നതെങ്കിൽ സംസാരിക്കുന്ന രീതി, ഭാവം അതൊന്നും ഇവിടെ കണ്ടതുപോലെ ആയിരിക്കില്ല. അപേക്ഷയുടെ സ്വരമായിരിക്കും. ഇത് ഭീഷണിയോ ആജ്ഞയോ ഒക്കെ പോലെയായിരുന്നു. സിദ്ധു ഒരൽപ്പം പേടിച്ചിട്ടാണ് നിന്നത്. എനിക്കെന്ത് പേടി? എല്ലാം പ്രഭയ്ക്ക് തോന്നുന്ന. സിദ്ധു, പ്ലീസ്, നമ്മുടെ കുടുംബത്തിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോവാതെ. ഒരു പുനർജന്മം കിട്ടിയ വീടായത്. എല്ലാവരും പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷയും ഒക്കെ ആയിട്ട് നിൽക്കുക. ആ ഒരു പ്രകാശത്തിലാ നമ്മുടെ ഈ വീട്. ആ വെളിച്ചം കെടുത്തിക്കളയല്ലേ സിദ്ധു? തുറന്നു പറയൂ. ഞാൻ സത്യം ചെയ്യാം, ഇനി എന്ത് പ്രശ്നമായാലും ഞാൻ സിദ്ധുവിനൊപ്പം നിൽക്കാം. അതുപോരെ സിദ്ധുവിന്? അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. സിദ്ധു, തുറന്നു പറ. ഞാൻ പറഞ്ഞില്ലേ പ്രഭ, ഇത് പാർട്ടിയിലെ ഒരു തർക്കത്തിന്റെ. ഏതു പാർട്ടി? എന്തു പാർട്ടി? സിദ്ധു എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. സിദ്ധു എന്തോ ഒരു രഹസ്യം മറച്ചു പിടിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയരുത്. ഒരു പെണ്ണ് ധൈര്യത്തോടെ കയറി വന്ന് ഞങ്ങളുടെയൊക്കെ മുമ്പിലിരുന്ന് കൂസലില്ലാതെ കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങളെ അപമാനിക്കുന്നത് പോലെ പെരുമാറി. നന്ദനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. എന്നിട്ടും സിദ്ധു പലതും ഒളിച്ചു വെച്ച് അവളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ ഞങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു രഹസ്യമുണ്ട്. സിദ്ധു, തുറന്നു പറ, എന്താ അത്? ഒന്നുമില്ല പ്രഭ. ഒന്നുമില്ലേ? ഇല്ല. അതെ, എന്തായാലും അയാൾ കാശ് വൈകാതെ തരും. അതുവരെ എന്റെ കാര്യങ്ങൾ നടക്കണം. ഒരു 5000 രൂപ ഇങ്ങോട്ട് എടുത്തേ.
ഞാൻ പരമാവധി ക്ഷമിച്ചിരിക്കുക. കൂടുതൽ തലേ കയറാൻ വന്നാലുണ്ടല്ലോ. തലേ കയറാൻ വന്നോ ഞാൻ? എനിക്ക് കാശ് വേണം. മോളെ, നീ ഒന്നും മിണ്ടാതിരിക്കോ? ഞങ്ങൾക്ക് കുറച്ച് സമാധാനം താ. എന്താ ഞാനിപ്പോ സമാധാനക്കേടായോ നിങ്ങക്ക്? സിദ്ധാർത്ഥൻ സാറിനെ നാണം കെടുത്തി വന്നതും പോരാ, അവക്ക് ഞാനിപ്പോ പണം കൊടുക്കണമെന്ന്. എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ. അച്ഛനും അമ്മയും അധ്വാനിച്ച് സമ്പാദിച്ച പൈസയൊന്നും അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. എന്നെ നോക്കുന്നതിന് നല്ല കൂലി കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ആ കണക്ക് എനിക്ക് അറിയാനും വയ്യ. അതീന്നാ ഞാൻ ചോദിക്കുന്നത്. എനിക്കത് കിട്ടിയേ പറ്റൂ. എന്റെ കാശിന്ന് ഭക്ഷണം കഴിച്ചിട്ടാ നിങ്ങളിങ്ങനെ തടിച്ചു കൊഴുത്ത് നിൽക്കുന്നത്. അത് മറക്കണ്ട. തനുജ, നീ മര്യാദയ്ക്ക് സംസാരിക്കണം. എന്റെ മുമ്പില് നിങ്ങളാ മര്യാദ കാണിക്കേണ്ടത്. ഞാനില്ലെങ്കിൽ നിങ്ങളില്ല, അതറിയാലോ. എന്നെ ആരും മര്യാദ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും. എനിക്ക് വേണ്ടി നിന്നാ നിങ്ങൾക്കും മര്യാദയ്ക്ക് ജീവിച്ചു പോവാം. എന്തായാലും എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. കയ്യിലില്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒപ്പിച്ചു തരണം. ആ സിദ്ധാർത്ഥൻ തരുമ്പോ അതിന്ന് മടക്കി തരാം. ഏട്ടാ, ഇനി ഇവിടെ എന്ത് പറഞ്ഞാ നന്നാക്കി എടുക്കേണ്ടത്? മനുഷ്യന് ഒരു സമാധാനം ഇല്ലാതായല്ലോ. അമ്മേ, ഭക്ഷണം കഴിക്കാൻ വന്നേ. എനിക്ക് ആഹാരമൊന്നും വേണ്ട, അല്ലാതെ തന്നെ വയറ് നിറഞ്ഞു. അമ്മേ, അച്ഛൻ അന്വേഷിച്ചു വന്ന പെണ്ണിനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നേ? എന്താ അത് ആലോചിക്കണ്ടേ? ഒരു കാര്യവുമില്ലാതെ നന്ദനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി. ആരാ എന്താണെന്ന് ചോദിച്ചിട്ട് സിദ്ധു ഒന്നും പറയുന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പലതും ആലോചിക്കേണ്ടി വരും. കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞതായിരുന്നു. ഒരു പുതിയ ജീവിതം തുടങ്ങിയെന്ന് സന്തോഷിച്ചതാ. അതിനിടയ്ക്കതാ ആ പെണ്ണ് വന്ന് കയറിയിരിക്കുന്നു. അമ്മ, അത് അച്ഛൻ പറഞ്ഞതുപോലെ പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ട ആരോ ആണ്. പാർട്ടിക്കാരുടെ ബന്ധുവാണെങ്കിൽ പാർട്ടി ഓഫീസിൽ പോണം. ചന്ദ്രോത്ത് വന്നല്ല ആളാവേണ്ടത്. എന്തായാലും അമ്മ വന്നേ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ രജനി? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ നീ ഒന്ന് പോയേ. നീ ധൃതി പിടിക്കണ്ട. അമ്മ ആഹാരം കഴിക്കുന്നില്ലാന്ന്. അതെന്താ ചേച്ചി? അച്ഛനോടുള്ള ദേഷ്യം, അത് തന്നെ. ആ പെണ്ണ് വന്നില്ലേ തനൂജ, അതിലെന്തൊക്കെയോ അമ്മയ്ക്ക് സംശയമുണ്ട്. ഞാനമ്മയോട് സംസാരിക്കണോ? വേണ്ട വേണ്ട, നിന്നോടിപ്പോ അമ്മ നല്ല രീതിയിലാ പെരുമാറുന്ന. ഇനി നീയൊരു അഭിപ്രായം പറഞ്ഞ് അമ്മയുടെ ദേഷ്യം പിടിച്ചു വാങ്ങണ്ട. അതുമല്ല, അമ്മ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ട്. കുടുംബത്തിൽ ഒരാൾ കയറി വന്നിട്ട് നമുക്കൊന്നും പിടികിട്ടാത്ത രീതിയിൽ പെരുമാറിയാൽ അതെന്താന്നറിയാനുള്ള അവകാശമില്ലേ നമുക്ക്? ഇതിനൊക്കെ ഒരു ഉത്തരം തരാൻ അച്ഛൻ വിചാരിച്ചാലേ സാധിക്കൂ. ഞാൻ അച്ഛനോട് സംസാരിക്കാം. ദേവി, വേണ്ട. അച്ഛന് ചിലപ്പോ ദേഷ്യം തോന്നും. ഇല്ല, അച്ഛനങ്ങനെ ദേഷ്യം കാണിക്കേണ്ട കാര്യം എന്താ? എന്താ കാര്യമെന്ന് അറിയണമല്ലോ, ഞാൻ ചോദിക്കാം.
എന്താ മോളെ? ഇതെന്താ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ? വെറുതെ ഇവിടെ നല്ല കാറ്റുണ്ട്. മോള് ഇത് ചോദിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാണെന്ന് വിചാരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. മോൾക്ക് സ്വാതന്ത്ര്യം എടുക്കാം, മോള് പറഞ്ഞോ. അച്ഛൻ അമ്മയോടൊന്ന് സംസാരിക്കണം. അമ്മ ആകെ വിഷമിച്ചിരിക്ക. കുറച്ച് ദേഷ്യമുണ്ട്. പക്ഷെ അമ്മ ദേഷ്യം കാണിക്കുന്നതിൽ ഒരിക്കലും അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.